ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അറ്റൻഷൻ തരുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഒരു സ്പെഷ്യൽ അറ്റൻഷനും അല്ലെങ്കിൽ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തേത്, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ അറ്റൻഷൻ കിട്ടും. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും ഇന്ന് മുതൽ പോസിറ്റീവായിട്ടിരിക്കാനും എനർജറ്റിക് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, പോസിറ്റീവായിട്ടിരിക്കാൻ ഇൻസ്പിറേഷണൽ ബുക്സുകൾ വായിക്കുക, പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാക്കുന്ന രീതിയിൽ ചിന്തിക്കുക, അത്തരത്തിലുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ നിന്ന് കാണുക, മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കാണുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദെൻ അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുക. പോസിറ്റീവ് സർക്കിൾസ് ഒക്കെ ഉണ്ടാവും. അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എനർജറ്റിക് ആയിട്ടിരിക്കാൻ നമ്മൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി എനർജറ്റിക് ആയിരിക്കും, നമ്മുടെ തോട്ട്സും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടിരിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ഒരാൾ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു എനർജി ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അങ്ങനെ ആണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഒരു പവർഫുൾ അഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. അതൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഐ ആം പോസിറ്റീവ് ആൻഡ് എനർജറ്റിക്. ഐ ആം പോസിറ്റീവ് ആൻഡ് എനർജറ്റിക്. ഇതെല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് മനസ്സിലൊന്ന് പറഞ്ഞു കിടക്കുക. ഒരു 3 മിനിറ്റ്സ് നിങ്ങൾക്ക് പോസിറ്റീവും എനർജറ്റിക്കും ആവാനായിട്ട് പറ്റും. അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളിൽ നിന്ന് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അത് റേഡിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടൊരു കാന്തിക അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും വെൽ ഡ്രസ്സ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ. പുതിയ ഡ്രസ്സ് ഇടണം എന്നല്ല പറയുന്നത്, വൃത്തിയുള്ള ഡ്രസ്സ് നീറ്റാക്കിയിട്ട് നമ്മൾ ധരിക്കുക. അങ്ങനെ എപ്പോഴും വെൽ ഡ്രസ്സ്ഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് എപ്പോഴും ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാവും. നമ്മൾ കുളിക്കൂല്ല, അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുളിക്കുക. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ പല വീടുകളിലും ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും വെൽ ഡ്രസ്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, പരസ്പരം കാണുന്ന സമയത്തില്ലേ, കുറച്ച് സമയമായി കണ്ട് പിന്നെ വീണ്ടും നേരിട്ട് കാണുന്ന സമയത്ത് ഒന്ന് സ്മൈൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പരസ്പരം ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഒരാൾ അവിടെ സംസാരിക്കുന്നു, ഒരാൾ ഇവിടെ കേൾക്കുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൂടി ഒരു 5 മിനിറ്റ്സ് എങ്കിലും അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ഐ ടു ഐ കോണ്ടാക്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അതിലൂടെയൊക്കെ ആ ഒരു കണക്ഷൻ, ആ ഒരു കെമിസ്ട്രി ബിൽഡായിക്കൊണ്ടിരിക്കും. സോ ഐ കോണ്ടാക്ട്, സ്മൈല്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ലാംഗ്വേജ് 2 തരത്തിലുണ്ട്. ഒന്ന് ബോഡി ലാംഗ്വേജ്, ഒന്ന് വെർബൽ ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അവരോടൊരു താല്പര്യമുള്ള ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ്. അല്ലാതെ നമ്മൾ എപ്പോഴും പരാതി പറഞ്ഞ് അല്ലെങ്കിൽ എപ്പോഴും ഒരു ഒരു ഡിപ്രഷൻ മൂഡിലിരുന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ അടുത്ത് വരാനേ തോന്നില്ല. അപ്പോൾ നമ്മളൊരു ഓപ്പൺ പോസ്ചർ അല്ലെങ്കിൽ നമ്മളൊരു ഇൻട്രസ്റ്റ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് കാണിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ അവരോട് സംസാരിക്കുക. വെർബൽ ലാംഗ്വേജ്, അതിലോട്ടാണ് ഞാൻ വരുന്നത്. വെർബൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് കേൾക്കാനും, നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്കൊരു ആശ്വാസം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു എനർജി ഫീൽ ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ അവരെ താഴ്ത്തുക അല്ലെങ്കിൽ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ വെർബൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന കാര്യങ്ങളായിരിക്കണം എന്നുള്ളത് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവർക്ക് കോംപ്ലിമെന്റ് കൊടുക്കുക, ഇതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. നന്ദി പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് എനർജിയാണ് കിട്ടുക. നേരെ മറിച്ചോ
പരാതി പറയുകയാണ്, എപ്പോഴും കുറ്റപ്പെടുത്തുകയാണ്, എപ്പോഴും തർക്കിക്കുകയാണ്, എപ്പോഴും ഫൈറ്റാണ്, ഇങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിലോ ഡൗൺ ആവുക ചെയ്യാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജിനെ പറ്റിയിട്ട് പറഞ്ഞു, വെർബൽ ലാംഗ്വേജിനെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി അടുത്തത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഒരാൾക്ക് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പിന്നെ അത് വിട്ടേക്കുക, അത് ആളോട് സംസാരിക്കേണ്ട. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു പോയി. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളൊരു പ്രത്യേക അറ്റൻഷനും ഒരു താല്പര്യമൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ. ഇപ്പം എത്ര നാളായി എന്ന് പറയുന്ന ആളുകളാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് അനലൈസ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊന്ന് ജീവിതത്തിൽ കൊണ്ടുവരിക. എസ്പെഷ്യലി നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ആ ഒരു അപ്രോച്ചിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ അറ്റൻഷൻ തരുന്നില്ല, അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഒന്ന് മാറിക്കിട്ടും. പുതിയൊരു ലൈഫ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് അങ്ങോട്ട് താല്പര്യമുള്ള പോലെ തന്നെ ഇങ്ങോട്ടൊരു താല്പര്യം വേണം, എന്നെ ഇങ്ങോട്ട് നന്നായിട്ട് സ്നേഹിക്കണം, ചേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ എണീറ്റ ഉടനെ ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഒരു അഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് 21 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. അത് വേണ്ട ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ഇടുക, ചേസിങ് അഫർമേഷൻ എന്ന്. അപ്പോൾ ഫ്രീ ആയിട്ട് അയച്ചു തരാം. ആ അഫർമേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തിട്ട് പറയുക, റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.